ഈ ചട്നിക്ക് ഏറ്റവും ബെസ്റ്റ് ഇതേപോലെ ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് ആട്ടോ. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്തിന് ഇതേപോലെ ശബ്ദം കേൾക്കണം. ആഹാ, അപ്പോൾ എങ്ങനെയാണ് പീനട്ട് ചട്നി ഉണ്ടാക്കുമല്ലേ? കടലയെന്ന് പറയാനായിട്ടോ എനിക്കിഷ്ടം. ഒരു പാനൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കടല ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഇനി ഇതുപോലെ തേങ്ങാക്കൊത്തുകളും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഒന്നല്ലേ തക്കാളി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി എടുത്തിട്ട് ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തിള വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം നമുക്ക് ദോശമാവ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ടേ. കട്ടിയുള്ള ദോശനേക്കാളും എന്നും നല്ല ഇതിന് നെയ് റോസ്റ്റ് പോലെ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടെ ഈ ഒരു ചട്നിക്ക്. ദോശയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാനായിട്ട് ഒന്നില്ലെങ്കിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഫയറൊന്ന് ലോ ഫ്ലെയിമിലേക്കാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് നെയ് റോസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഇതേപോലെ കഴിക്കാനായിരിക്കുമേ. എത്ര വേണേലും നമ്മൾ അളവില്ലാതെ കഴിച്ചു പോകും. ഇതേപോലൊരു കടല ചട്നിയും നെയ് റോസ്റ്റും നമ്മൾ അളവില്ലാതെ വയർ നിറയുന്നത് വരെ കഴിച്ചു പോകട്ടോ. അപ്പോൾ എന്താ, ട്രൈ ചെയ്യല്ലേ. ഇനി ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്ക്. ഈ ചട്നി മിസ്സാക്കല്ലേ.